ഫിസിക്സിന്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ചാപ്റ്റർ 5 വർക്ക്, എനർജി ആൻഡ് പവർ, പ്രവൃത്തി, ഊർജം ആൻഡ് പവർ എന്ന 5ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആരംഭ ഭാഗത്ത് നമ്മൾ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ഫിസിക്സിൽ വർക്ക് എന്ന് പറഞ്ഞാൽ അതിന് പ്രവൃത്തി എന്നാണ് മീനിങ്. ഫിസിക്സിലൂടെ നമുക്ക് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാം. സ്റ്റുഡൻസ്, ഇവിടെ വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളാണ് നമ്മൾ സാധാരണമായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ വ്യക്തി ഒരു ബോള് ഹിറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇദ്ദേഹം ഒരു ട്രോളി പുഷ് ചെയ്യുന്നതായിട്ട് കാണാം. ഇദ്ദേഹം ഒരു ഭിത്തിയിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ എല്ലാം എന്ത് നടന്നുകൊണ്ടിരിക്കുക? എ ഫോഴ്സ് ഈസ് ടു ബി അപ്ലൈഡ് ഓൺ എ ബോഡി ടു ഡു ആൻ ആക്ടിവിറ്റി. ഇവിടെ നടക്കുന്ന ഓരോ പ്രവൃത്തി, ഓരോ ആക്ടിവിറ്റിക്കും ഒരു എനർജി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ബലം ആവശ്യമുണ്ട്, അല്ലേ? ഇവിടെ എല്ലാം അപ്പോൾ ഒരു വർക്ക് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഫോഴ്സ് കൊടുക്കുന്നത്, ഫോഴ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ്. ഇവിടെ ഈ ഫോഴ്സ് ട്രോളിയിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു, അതിന്റെ സോഴ്സ്, അതിന്റെ ഉറവിടം, ആ ഫോഴ്സിന്റെ ഉറവിടം എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. ഇവിടെയും ഈ വ്യക്തിയാണ് ഫോഴ്സിന്റെ ഉറവിടം. അപ്പോൾ വർക്ക് ശരിയായി നടക്കണമെങ്കിൽ, വർക്ക് ചെയ്യണമെങ്കിൽ ഫോഴ്സ് അത്യാവശ്യമാണെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു മാവിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അപ്പൊ അവിടെ ഫോഴ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താ? മാവാണോ? ഫോഴ്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ആ ബലത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് മാവാണോ? തീർച്ചയായിട്ടും അല്ല. ആ മാങ്ങ താഴേക്ക് വീഴാനായിട്ടുള്ള കാരണം ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അവിടെ സോഴ്സ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എർത്ത് ആണ്, ഭൂമിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഫോഴ്സ് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഓബ്ജക്ട്സ് അണ്ടർഗോ ഡിസ്പ്ലേസ്മെന്റ് ഓൺലി വെൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു പ്രവൃത്തിക്ക് ബലം ആവശ്യമാണ്, അല്ലെങ്കിൽ ഫോഴ്സ് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഓബ്ജക്റ്റ് അണ്ടർഗോ ഡിസ്പ്ലേസ്മെന്റ്. അതിന് സ്ഥാനമാറ്റം സംഭവിക്കും. അപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് ഫോഴ്സ് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വസ്തുവിൽ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വസ്തുവിന് ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഒരു പ്രതികരണം ആ വസ്തുവിൽ ഉണ്ടാകും. സാധാരണയായിട്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം, സ്ഥാനം മാറും വസ്തുവിന്റെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവിടെ ഈ 3 പ്രവർത്തികൾ നമ്മൾ കാണുന്നുണ്ട്. ഇതില് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോളിന് സ്ഥാനമാറ്റം ഉണ്ടാകും, ബോൾ മുന്നോട്ട് നീങ്ങും. ഇവിടെ ട്രോളി മുന്നോട്ട് നീങ്ങും. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭിത്തിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല. അപ്പൊ ഇത് ഒരു വർക്കല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന കേസുകളും ഫോഴ്സ് ബലം അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കാത്ത കേസുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1ാമത്തെയും 2ാമത്തെയും ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ പെടുത്താനായിട്ട് പറ്റും. ഈ രണ്ടിടത്തും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. എന്നാൽ ദിസ് മാൻ ഈസ് പുഷിങ് എ വാൾ, അവിടെ തീർച്ചയായിട്ടും ആ ഭിത്തി നീങ്ങി പോകുന്നില്ല. അപ്പൊ ഇവിടെ നോ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് 3 ഇടത്ത് കാണുന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഈ 2 കേസിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്, ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നില്ല. ഓക്കെ, ഇനി എന്താണ് ഒരു വർക്ക്? നമ്മൾ എല്ലാ കേസിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് ഫിസിക്സിൽ പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടപ്പോ ഇവിടെ 3 പേരും വർക്ക് ചെയ്തെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ 3 കേസിലും ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷെ 3 അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റുന്ന കേസ് ഇത് 2 വർക്ക് നടന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ 2 ഒരു പ്രവൃത്തി നടന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ പ്രവൃത്തി നടന്നു, അതാണ് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഫിസിക്സും പ്രകാരം
എന്താണ് വർക്ക് എന്ന് നമുക്ക് നോക്കാം. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വസ്തുവില് ഒരു പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഓൺലി, എപ്പോൾ മാത്രം? വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ്, ആ വസ്തുവിന് തീർച്ചയായിട്ടും ഒരു സ്ഥാനമാറ്റം ഉണ്ടാകണം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ ബലം കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും ഒരു വർക്കിന്റെ പരിധിയിൽ വരണമെങ്കിൽ രണ്ട് വ്യവസ്ഥകൾ പാലിക്കണം. ഒന്ന്, അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കണം ആ വസ്തുവിന്. രണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വെറുതെ നടന്നാൽ പോരാ, ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്ന അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതിലേക്ക് തന്നെ മടങ്ങി വരാം. ഇദ്ദേഹം ബോളിനെ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് കൊണ്ട് തട്ടുന്നതെങ്കിൽ ബോൾ തീർച്ചയായിട്ടും അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ട്രോളി എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിലാകും, ഇദ്ദേഹം ഫോഴ്സ് പ്രയോഗിക്കുന്ന ഏത് ഡയറക്ഷനിലാണ്? ഈ ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടേക്ക് തള്ളുന്നത്. അപ്പൊ ട്രോളി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക് തന്നെയായിരിക്കും? ഇങ്ങോട്ടേക്ക് തന്നെയായിരിക്കും. കണ്ടോ? അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ട്രോളി ഡിസ്പ്ലേസ് ചെയ്യണം. അതുപോലെ ബോളിനെ അടിക്കുന്ന അതേ ഡയറക്ഷനിൽ, ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ ആ ബോൾ മൂവ് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഈ വ്യക്തി ഇപ്പോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്, അപ്പൊ ഭിത്തി മുന്നോട്ട് മറിഞ്ഞു വീഴണം, അല്ലെ? ഭിത്തി അങ്ങ് നീങ്ങിപ്പോണം. അങ്ങനെ വന്നാലാ. അപ്പൊ ഇവിടെ വർക്ക് നടത്തപ്പെടുന്നില്ല അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാനുള്ള കാരണം, ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നില്ല. അതാണ് ഇതിനെ നമുക്ക് വർക്ക് എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അപ്പോ വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ഓൺലി വെൻ എ ബോഡി അണ്ടർഗോസ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യപ്പെടണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോഴും പ്രവൃത്തി ചെയ്യപ്പെടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ മാത്രം പോരാ, അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഡയറക്ഷൻ ഇതാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും എന്ത് തന്നെ ആയിരിക്കണം? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും അത് തന്നെ ആയിരിക്കണം, സെയിം ഡയറക്ഷൻ ആയിരിക്കണം. ഓക്കെ, എന്നാലാണ് നമുക്കത് വർക്ക് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സ്റ്റുഡൻസ്, ഇവിടെ നമ്മൾ പലതരത്തിലുള്ള വർക്കുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ നോക്കുമ്പോൾ ഈ വ്യക്തി ലോറി തള്ളുകയാണ്, അല്ലെ? അപ്പോൾ പുള്ളി ഫോഴ്സ് എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നോ ആ ഡയറക്ഷനിൽ തന്നെ ആ ലോറി മൂവ് ചെയ്യുന്നതും നമുക്ക് കാണാം, മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നാൽ ഇത് നമുക്ക് ഒരു വർക്കായിട്ട് പറയാം. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇത് ലിഫ്റ്റ് ചെയ്തേക്കുക, അല്ലെ? ഇതിനെ അങ്ങനെ തോളത്ത് വെച്ചിട്ട് അയാൾ നടക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അയാൾ ബലം പ്രയോഗിക്കുന്നത് എങ്ങോട്ടേക്കാ? ഇങ്ങോട്ടേക്കാ, അല്ലെ? ഭൂമി ഇതിനെ താഴേക്ക് വലിക്കുന്നുണ്ട്, ഈ വ്യക്തിയാണ് ഇതിനെ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കണേ. അപ്പൊ ഇദ്ദേഹം ബലം പ്രയോഗിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, അല്ലെ? പക്ഷെ ആ ഡയറക്ഷനിലല്ല ഈ വസ്തു മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലല്ല ശരിക്കും ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആണോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സ് ഇദ്ദേഹം നടക്കുന്ന ഡയറക്ഷനുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ബോക്സിനകത്ത് പ്രവൃത്തിയൊന്നും നടക്കുന്നില്ല. കാര്യം ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്, കാരണം ഇവിടെ ഇരുന്നോടത്തുനിന്ന് മുന്നോട്ട് നീങ്ങി പോകുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഫോഴ്സ് പ്രയോഗിക്കുന്ന ഡയറക്ഷനിലല്ല ഈ വസ്തു മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ എന്ത് നടക്കുന്നില്ല? ഇവിടെ വർക്ക് നടക്കുന്നില്ല, അല്ലെ? ഈ മൂന്ന് കേസിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചുവടും പിടിച്ച് ഒരു ബോക്സ് ലിഫ്റ്റ് ചെയ്ത് ഷോൾഡറിലൊക്കെ വെച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഫിസിക്സിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ആ ലോഡ്, ആ വെച്ചിരിക്കുന്ന ആ ബോക്സ് അല്ലെങ്കിൽ ആ ലോഡ് ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാത്തതുകൊണ്ട് ഈ രണ്ട് കേസിലും നമുക്ക് ഇവിടെ അത്തരത്തിൽ പ്രവൃത്തി നടന്നു എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. ഓക്കെ, ഇവിടെ വർക്ക് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവര് നിലത്തുനിന്ന് ഈ ബോക്സ് എടുത്ത് മുകളിലേക്ക് പൊക്കിയ സമയത്ത് വർക്ക് നടന്നിട്ടുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്ക്. ഇവിടെ രണ്ട് കേസുകൾ നമുക്ക് വായിച്ചു നോക്കാം. എ ബോയ് പുഷ്ഡ് an object of mass 30 kg horizontally across a floor through 50 meter. ഒരു
കുട്ടി 30 കിലോഗ്രാം വെയിറ്റ് 30 കിലോഗ്രാം വെയിറ്റ് ഹൊറിസോണ്ടലി അക്രോസ് എ ഫ്ലോർ ത്രൂ 50 മീറ്റർ 50 മീറ്റർ ഇതിനെങ്ങനെ തള്ളിക്കൊണ്ടുപോയി. 30 കിലോഗ്രാം ഭാരത്തെ 50 മീറ്റർ ദൂരത്തേട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ വേറൊരു കുട്ടീനെ കുറിച്ച് പറയുകയാണ്. ഈ കുട്ടി 50 കിലോഗ്രാം ഉള്ള ഒരു വസ്തുവാണ്. ഈ കുട്ടി അതിനെയും 50 മീറ്റർ തന്നെയാണ് പുഷ് ചെയ്തുകൊണ്ട് പോകുന്നത്, ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോവുക. അപ്പൊ രണ്ടുപേരും ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനകത്ത് രണ്ട് കേസിലും ബോത്ത് ഓഫ് ദം ഗേവ് ദ സെയിം സ്പീഡ് ഫോർ മൂവിങ് ദ ഒബ്ജക്ട്. അപ്പോൾ ഈ 30 കിലോഗ്രാമിനെ പുഷ് ചെയ്യുന്ന കുട്ടിയും ഈ 50 കിലോഗ്രാമിനെ പുഷ് ചെയ്യുന്ന കുട്ടിയും ഒരേ വേഗതയിൽ അതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് വസ്തുക്കളും ഇവിടെ എത്തിച്ചേരാനായിട്ട് തുല്യ സമയമാണ് എടുത്തത്. അപ്പൊ രണ്ടുപേരും ഈ വസ്തുവിന് കൊടുത്ത സ്പീഡ് ഒരുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആരാണ് കൂടുതൽ അധ്വാനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ രണ്ടുപേരും ഒരേപോലെ ഇതിന് മൂവ് ചെയ്യിപ്പിച്ചപ്പോ ഈ 30 കിലോഗ്രാമിനെ പുഷ് ചെയ്ത കുട്ടിയേക്കാളും കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വന്നത് 50 കിലോഗ്രാമിനെ പുഷ് ചെയ്ത കുട്ടിക്കാണ്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫോഴ്സ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫോഴ്സ്. കൂടുതൽ ഫോഴ്സ് എവിടെയാണോ കൊടുക്കുന്നത് അവിടെ കൂടുതൽ വർക്ക് നടക്കും എന്ന് നമുക്ക് ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പൊ ഹു അപ്ലൈഡ് ദ ഗ്രേറ്റർ ഫോഴ്സ് ഹിയർ? ഇവിടെ കൂടുതൽ ഫോഴ്സ് കൊടുത്തത് ഈ കുട്ടിയാണ്. അപ്പോൾ ഇൻ വിച്ച് കേസ് വാസ് ദ വർക്ക് ഗ്രേറ്റ്? അപ്പൊ കൂടുതൽ വർക്ക് നടന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിനെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫോഴ്സ് ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ചൈൽഡ് pushed an object of mass 30 kilogram across a horizontal floor through 20 meter. Another child pushed the same object through 30 meter. അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികളും പുഷ് ചെയ്യുന്നത് 30 കിലോഗ്രാം വെയിറ്റിനെയാണ്, 30 kg രണ്ടുപേരും പുഷ് ചെയ്യുന്നത്. ഈ കുട്ടി അതിനെ എത്ര ദൂരം പുഷ് ചെയ്തു? 20 മീറ്റർ ആണ് പുഷ് ചെയ്തത്. 20 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഈ കുട്ടി അതിനെ പുഷ് ചെയ്തപ്പോൾ ഇതിന് എത്രയാ? 30 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഇവർ രണ്ടുപേരും പുഷ് ചെയ്ത സെയിം സ്പീഡിലാണ്. അപ്പോൾ ഇവര് രണ്ടുപേരും സെയിം സ്പീഡിലാണ് ഈ 30 കിലോഗ്രാം വെയിറ്റ് ഉള്ള വസ്തുവിനെ പുഷ് ചെയ്തത്. അപ്പോൾ ഈ കുട്ടി പുഷ് ചെയ്ത് 20 മീറ്റർ നീക്കി, ഈ കുട്ടി പുഷ് ചെയ്ത് 30 മീറ്റർ നീക്കി. അപ്പൊ ഇവിടെ ആരാണ് കൂടുതൽ വർക്ക് ചെയ്തത്? തീർച്ചയായിട്ടും ഈ കുട്ടിയാണ്. അപ്പൊ ഇവിടെ ഫോഴ്സ് രണ്ടുപേരും സെയിം ആ കൊടുത്തിരിക്കുന്നത്. കാരണം രണ്ടുപേരും ആ പുഷ് ചെയ്ത വസ്തുവിന്റെ മാസ് സെയിം ആണ്, 30 kg. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുന്നത് ആരാണ് കൂടുതൽ ഡിസ്റ്റൻസ് ഇത് തള്ളിക്കൊണ്ട് പോയെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലായി. ഒന്ന് ഫോഴ്സ് ആണ്, രണ്ട് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് ഇതിന്റെ ചോദ്യത്തിന്റെ ആൻസർ കൂടെ കൊടുക്കാം. ഹു പുഷ്ഡ് ദ ഓബ്ജക്ട് ടു എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഹിയർ? അപ്പൊ ഈ കുട്ടിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വാട്ട് അബൌട്ട് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദം? അപ്പൊ രണ്ടുപേര് അപ്ലൈ ചെയ്ത ഫോഴ്സിൽ കൂടുതൽ ഫോഴ്സ് ഏതാണെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഈ കുട്ടിയാണ്. ഇൻ ദിസ് കേസ് ഹു ഡിഡ് ഗ്രേറ്റർ വർക്ക്? ഈ സെക്കൻഡ് ബോയ് ആണ്, അല്ലെങ്കിൽ ആ 30 മീറ്റർ പുഷ് ചെയ്ത കുട്ടിയാണ് കൂടുതൽ വർക്ക് ചെയ്തത്. വിച്ച് ഇസ് ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വർക്ക് ഹിയർ? ഇവിടെ ഇതിനെ അഫക്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. അപ്പൊ സ്റ്റുഡൻസ്, വർക്ക് എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇഫ് എ ഫോഴ്സ് ഓഫ് F Newton is applied continuously on a body and the body undergoes a displacement of S meter in the direction of the force, then the work done by the applied force is W equals Fs. അപ്പോൾ ഇവിടെ ഫോഴ്സ് F ന്യൂട്ടൺ ആണ്, അതുപോലെ തന്നെ വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് S മീറ്റർ ആണെങ്കിൽ വർക്ക് ഈക്വൽസ് Fs. അപ്പൊ എങ്ങനെ നമ്മൾ വർക്ക് കണ്ടെത്തുന്നത്? വർക്ക് കണ്ടെത്താനായിട്ട് ആ വസ്തുവില് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന്, എത്ര ന്യൂട്ടൺ ആണെന്ന് എഴുതുക, ഇൻറ്റു
ആ ഫോഴ്സ് നമ്മൾ പ്രയോഗിച്ചപ്പോൾ വസ്തു എത്ര മൂവ് ചെയ്തു, എത്ര മീറ്റർ ഈ വസ്തു മുന്നോട്ട് നീങ്ങി ആ ഫോഴ്സിനനുസരിച്ച്, ആ ഡിസ്പ്ലേസ്മെന്റ്, ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് വർക്ക്. അപ്പോൾ വർക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്രോബ്ലം നമുക്ക് കാണാം, ഒരു പ്രോബ്ലം കാണാം. എ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് കണ്ടിന്യൂസ്ലി ഓൺ എ ബോഡി. അപ്പോൾ ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇഫ് ദ ബോഡി അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 2 മീറ്റർ. അപ്പോൾ ഈ 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തപ്പോൾ വസ്തുവിന് 2 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അളവ് എത്ര വർക്കാണ് ചെയ്തത്. അപ്പോൾ എഫ് 10 ന്യൂട്ടൺ, എസ് 2 മീറ്റർ, ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് 10 × 2 20 ന്യൂട്ടൺ മീറ്റർ. നമ്മളിവിടെ കാണുന്നത് ന്യൂട്ടൺ മീറ്റർ. ഈ ന്യൂട്ടൺ മീറ്റർ തന്നെയാണ് നമ്മൾ ജൂൾ എന്ന് പറയുന്നത്. ന്യൂട്ടൺ മീറ്റർ എന്ന് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 10 ഈ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഈ 2 എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഈ ന്യൂട്ടൺ മീറ്ററിനെയാണ് നമ്മൾ ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻസ്, വി ഗോട്ട് ദ യൂണിറ്റ് ഓഫ് വർക്ക് ആസ് ന്യൂട്ടൺ മീറ്റർ ഹിയർ. ദിസ് ഈസ് കോൾഡ് ജൂൾ. ജൂൾ എന്ന് ഒരു സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ജെ ആണ് ഉപയോഗിക്കുന്നത്. 1000 ജൂളിനെയാണ് 1 കിലോ ജൂൾ എന്ന് പറയുന്നത്, കെ ജെ. അപ്പോൾ 1000 ജൂളിനെ 1 കെ ജെ, 1 കിലോ ജൂൾ എന്നാണ് അതിനെ പറയുന്നത്. സ്റ്റുഡൻസ്, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. A body of mass m kg is placed on a table. What are the forces experienced by this body? അപ്പൊ നമുക്കറിയാം, മേശപ്പുറത്ത് ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിന് ഭൂമി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിന്മേൽ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്, താഴേക്ക് അതിനെ വലിക്കുന്നുണ്ട്. എന്നാൽ ഈ മേശ അതിന്മേല് മുകളിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സും പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു അപ്വേർഡ് ഫോഴ്സും പ്രയോഗിക്കപ്പെടുന്നുണ്ട്, ഒരു ഡൗൺവേർഡ് ഫോഴ്സും പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇൻ വിച്ച് ഡയറക്ഷൻ ഡു ദീസ് ഫോഴ്സസ് ആക്ട്? അതിനകത്ത് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അത് എങ്ങോട്ടേക്കാണ് അതിന്റെ ഡയറക്ഷൻ? അത് അപ്വേർഡ് ആണ് അല്ലെ. ഇത് ഡൗൺവേർഡ് ആണെങ്കിൽ ഇത് അപ്വേർഡ് ആണ്. സ്റ്റുഡൻസ്, ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു വർക്ക് നടക്കുന്നില്ല. കാരണം ഇതിനകത്ത് 2 ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വർക്കിന്റെ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കാത്തത് കൊണ്ട് ഇവിടെ ഒരു വർക്ക് നടക്കുന്നില്ല അല്ലെ. എന്നാൽ നമ്മളിവിടെ ഇതിനെ ഒരു എച്ച് മീറ്റർ, സ്മോൾ ലെറ്റർ എച്ച് ആണ്, ഇപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നതിന് വരാം, ഒരു എച്ച് മീറ്റർ ഇത്ര ഉയരത്തിൽ ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കും അല്ലെ, അതിനെ പുള്ള് ചെയ്യുക നമ്മൾ. അതേ ഡയറക്ഷനിൽ ഈ വസ്തു മുകളിലേക്ക് മൂവ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുക, ഈ ബോക്സിനെ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, എച്ച് മീറ്റർ നമ്മൾ ലിഫ്റ്റ് ചെയ്യാന്നിരിക്കട്ടെ. അപ്പോൾ അതിൽ പ്രയോഗിക്കപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന വർക്ക് എത്രയായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും? വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടി? എച്ച് മീറ്റർ ആണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ ഇത് എച്ച് ആണ്. അതേസമയം ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭൂമി ഇതിനെ എത്ര ഫോഴ്സിലാണ് ആകർഷിക്കുന്നതെന്ന് നമുക്കറിയാം. ഭൂമി എത്ര അട്രാക്ഷൻ അതിനകത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം എഫ് ഈക്വൽസ് എം ജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണല്ലോ ഇതിനകത്ത് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ്. അപ്പൊ ഭൂമി ഇതിന്മേലെ ഇതിനെ ആകർഷിക്കുന്നത് എഫ് ഈക്വൽസ് എം ജി, അത്രയും ഫോഴ്സിലാണ്. അപ്പൊ നമ്മൾ അതിനെ ഉയർത്തുമ്പോൾ ഇത്രയും ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിനെ പൊക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എം ജി എച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടുത്തെ വർക്ക് എം ജി എച്ച് ആണ്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന വർക്ക് എത്രയുണ്ട്, എത്ര വർക്ക് ചെയ്തു എന്ന് അറിയണമെങ്കിൽ എഫ് ഇൻറ്റു എസ് എന്ന് ഉള്ളതിൽ എഫിനെ നമുക്ക് എം ജി എന്ന് എടുക്കാം. ഒരു വസ്തുവിനെ ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് വസ്തുവിന്റെ മാസ് ഇൻറ്റു 9.8 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു എത്ര ഹൈറ്റിൽ നമ്മൾ അതിനെ ഉയർത്തി, ആ എച്ച് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വെൻ എ ബോഡി ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ് എച്ച്, ഒരു വസ്തുവിനെ നമ്മൾ എച്ച് ഉയരത്തിലേക്ക് എടുത്ത് ഉയർത്തുകയാണെങ്കിൽ ദ വർക്ക് ഡൺ അഗേൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെയാണ് അവിടെ വർക്ക് നടക്കുന്നത്. ആ വർക്ക് എം ജി എന്ന് പറഞ്ഞാൽ എഫ് ആണെന്ന് നമുക്കറിയാം. എച്ച് എന്ന് പറഞ്ഞാൽ എസിന് പകരം വന്നേക്കണം, എഫ് എസിന് പകരം എം ജി എച്ച്.
അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ എടുത്ത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന പ്രവൃത്തി കാണാനായിട്ട് എഫ് എസ് എന്നുള്ള ഇക്വേഷന് പകരം നമുക്ക് എം ജി എച്ച് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. എം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ മാസ്, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് അതിന് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാം. എ ബുക്ക് ഓഫ് മാസ് 100 gram ഈസ് റേസ്ഡ് ടു ദ ടോപ്പ് ഓഫ് എ ടേബിൾ ഓഫ് ഹൈറ്റ് 1 meter. എന്ന് വെച്ചാൽ 100 gram ഭാരമുള്ള മാസുള്ള ഒരു ബുക്ക് 1 meter ഉയരത്തിലേക്ക് ഒരാൾ പൊക്കുകയാണ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ് അഗൈൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായിട്ട് ചെയ്ത വർക്ക് എത്ര? ഓക്കെ, അത് കാണാനായിട്ട് നമ്മൾ W ഈക്വൽസ് എഫ് എസ് ആണ്. അതിനകത്ത് വസ്തുവിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് എഫിന്റെ സ്ഥാനത്ത് എം ജി എന്ന് എഴുതണം. പിന്നെ എസ് എന്ന് വെച്ചാൽ ഇവിടെ ഉയർത്തുമ്പോൾ എച്ച് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് മാസ്, ഇത് ജി എത്രയാന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 9.8നെ നമ്മൾ റൗണ്ട് ചെയ്ത് 10 meter/s² എന്നാണ് മനസ്സിലാക്കുന്നത് കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടി. അപ്പൊ ഇവിടെ 100 gram ആയതുകൊണ്ട് അതിനെ കിലോഗ്രാമിലേക്ക് ആക്കണം. മാസ് എന്ന് വെച്ചാൽ 100 gram ആണ്. അതിനെ കിലോഗ്രാമിലാക്കാനായിട്ട് ഇവിടെ നിന്ന് 3 സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് ഇടും, അല്ലെ, റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് 0.1 kilogram എന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ എം എന്ന് പറഞ്ഞാൽ 0.1 kg. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 meter/s², ഹൈറ്റ് 1 meter. അപ്പൊ നമ്മൾ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ W ഈക്വൽസ് എം ജി എച്ച് 0.1 × 10 × 1. അങ്ങനെ നമുക്ക് ഇതിന്റെ ആൻസർ 1 joule എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഈ 1 joule എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും. എന്ന് വെച്ചാൽ 100 gram മാസുള്ള ഒരു വസ്തുവിനെ 1 meter ഉയർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്രയാന്ന് വെച്ചാൽ അതാണ് 1 joule. അപ്പൊ 100 gram വെയിറ്റ് ഉള്ള, 100 gram വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, 100 gram മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 meter നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റേസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് 1 joule എന്ന് പറയുന്നത്. അപ്പോൾ 1 joule is the amount of work done to raise a body of mass 100 gram through a height of 1 meter. അപ്പോൾ 1 joule എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. 100 gram മാസ് ഉള്ള ഒരു വസ്തുവിനെ 1 meter ഹൈറ്റിൽ ഉയർത്തുമ്പോൾ ചെയ്യപ്പെടുന്ന ആ വർക്കിനെയാണ് 1 joule എന്ന് പറയുന്നത്. If a force of 50 Newton is applied continuously on a body and if it undergoes a displacement of 2 meter in the direction of the force, calculate the amount of work done. നമുക്കറിയാം വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വർക്ക് എന്ന് വെച്ചാൽ എഫ് എസ് ആണ്. എഫ് എസ് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ 50 Newton ആണ്. 50 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി 2 meter ആണ്. 2, അപ്പൊ നമുക്ക് 100 joule എന്ന് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. If a force of 200 Newton is applied continuously on a table of mass 50 kilogram, it undergoes a displacement of 0.5 meter in the direction of force. Calculate the amount of work done. അപ്പൊ ഇവിടെ if a force of 200 Newton is applied continuously on a table, ഒരു ടേബിളിൽ 200 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പൊ അതിനെ തള്ളുകയാണ്. അതിന്റെ മാസ് പറഞ്ഞിട്ടുണ്ട് 50 kilogram എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 0.5 meter. അപ്പൊ ഇതിനെങ്ങനെ പുഷ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ W ഈക്വൽസ് എഫ് എസ് തന്നെ ഉപയോഗിച്ചാൽ മതി. എഫ് നമുക്ക് 200 എന്നറിയാം. ഇനി എസ് എന്ന് പറഞ്ഞാൽ അതിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് 0.5 meter ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1000 വരും. ഇത് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ നമുക്കിവിടെ 100 joule എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റുഡൻസ്, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ സെയിം ടേബിൾ ഈസ് റേസ്ഡ് ത്രൂ 3 meter, ഇത് ഉയർത്തുക. ഈ ടേബിൾ ഇപ്പൊ 3 meter മുകളിലേക്ക് ഉയർത്തുക. വാട്ട് വുഡ് ബി ദ വർക്ക് ഡൺ അഗൈൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് ചോദിച്ചേക്കണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ തള്ളുന്നതാണ് കൊടുത്തത്. ഇപ്പൊ ഇതിനെ മുകളിലിട്ട് ലിഫ്റ്റ് ചെയ്യുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ട് ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ് കണ്ടെത്താനുള്ള, വർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എം ജി എച്ച് ആണ്. അപ്പൊ ഇത് മേശയുടെ മാസ് ആണ്. ഇത് 10 ആണെന്ന് നമുക്കറിയാം. പിന്നെ ഹൈറ്റ് എത്ര? 3 meter ആണ് നമുക്കറിയാം. 3 meter ആണ്. പിന്നെ ഈ ടേബിളിന്റെ മാസ് എത്രയാന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സെയിം ടേബിൾ തന്നെയാണ്. 50 kg എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 50 kg എന്ന് എഴുതാം, അല്ലെ? 50 kg. ആൻസർ 50 ×
10 × 3 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ 1500 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. അത്രയും ജൂൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കുട്ടി ഒരു വലിയ വെയിറ്റ് ഇങ്ങനെ പുള്ള് ചെയ്യുന്ന നമ്മൾ കാണുന്നത്, വലിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഈ കുട്ടി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് എഫ് എന്ന് എഴുതിയേക്കുന്നത്. ഈ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെതിരായിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇവിടെ എഴുതിയിരിക്കുന്നത് FR എന്നാണ് കൊടുത്തേക്കണേ കേട്ടോ. ഇങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് ഭൂമി അതിനെ ആകർഷിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഭൂമിയുടെ അട്രാക്ഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. അതിനെ FG എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഫോഴ്സിന് FG എന്നാണ് എഴുതിയിരിക്കുന്നത്. റിയാക്ഷൻ ഫോഴ്സ്, ഭൂമിയെ ആകർഷിക്കുന്നതിന് വിപരീതമായിട്ട് അതിൽ മോളിട്ട് പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് ആണ് FN എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 തരത്തിൽ ഫോഴ്സിന് 4 തരം ഫോഴ്സ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓരോന്നിന്റെ പേരുകൾ ഞാൻ ഒന്നും കൂടെ എഴുതാം. നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടി പുള്ളി ചെയ്യുന്ന വലിക്കുന്ന ഫോഴ്സ് ആണ് F എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനെതിരായിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു ഘർഷണ ബലം ആ വലിക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പുറകോട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് FR എന്ന് കൊടുത്തിരിക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ കാണിച്ചിരിക്കുന്നു. ഇനി അതുപോലെ ആകർഷണ ബലം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതിനെ താഴേട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ FG എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് FG. ഇനി അതിനെതിരായിട്ട് ഉള്ള ഫോഴ്സ് വരുന്നുണ്ട്. റിയാക്ഷൻ ഫോഴ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. റിയാക്ഷൻ ഫോഴ്സിനെ കാണിച്ചിരിക്കുന്നതാണ് FN എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 4 തരം ഫോഴ്സും നിങ്ങളിപ്പോൾ കാണുന്നു. ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്ക്, ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ്, ഇത് താഴേക്ക്, ഇത് മുകളിലേക്ക്, അങ്ങനെ 4 തരത്തിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കുട്ടി ഈ വെയിറ്റിനെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് അത് മൂവ് ചെയ്യുന്നുണ്ട്. അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് S ആണെന്ന് നമ്മൾ ചിന്തിക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുട്ടി ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആ വസ്തുവിനുണ്ടാകുന്ന മൂവ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് എന്തായിരിക്കും? ആ വർക്കിനെയാണ് നമ്മളിവിടെ WF എന്ന് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന വർക്ക്, കുട്ടി ഇങ്ങനെ മുന്നോട്ട് വലിക്കുമ്പോൾ ഈ ബോക്സ് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന വർക്കിനെയാണ് WF നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ വർക്ക് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഫോഴ്സ് എങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നു അതേ ഡയറക്ഷനിൽ തന്നെ വസ്തു മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ രണ്ടാമത് നോക്കുമ്പോൾ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്കിനാണ് WR എന്ന് കൊടുത്തിരിക്കുന്നത്. R എന്ന് വെച്ചാൽ ഫ്രിക്ഷനെ കുറിക്കുന്ന വേട. അപ്പൊ WR എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കണക്ക് കൂട്ടാനായിട്ടുള്ള ഇക്വേഷൻ ആണ് FR × S. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് വലിക്കുന്നതെങ്കിലും വസ്തു അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അല്ലെ, അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറയാനായിട്ട് പറ്റുക. എങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഓപ്പോസിറ്റാ, ഫ്രിക്ഷൻ ഇങ്ങോട്ട് പിടിച്ചാ വലിക്കുന്നത്, പക്ഷെ ബോഡി മൂവ് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ ഇവിടെ നടക്കുന്ന S എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ. അപ്പൊ അതുകൊണ്ട് ഈ ഫ്രിക്ഷണൽ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഇവിടെ നടക്കുന്ന വർക്ക് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് നെഗറ്റീവ് ആണ് നമുക്ക് എഴുതാം, ഇത് പോസിറ്റീവ് ആണ് നമുക്ക് എഴുതാം. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ഓൺ ദ ബോഡി. ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? താഴേക്കാണ് അല്ലെ. അപ്പൊ നമുക്കത് ഡൗൺവേർഡ് എന്ന് എഴുതാം. ഡൗൺവേർഡ്, താഴേക്ക് അല്ലെ. ഈസ് ദർ എ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ബോഡി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമി ഇങ്ങനെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന അതേ ഡയറക്ഷനിൽ ഈ വസ്തു താഴേക്ക് ചലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറ്റും? അവിടെ വർക്ക് നടക്കുന്നില്ല. കാരണം F ഉണ്ടെങ്കിലും അവിടെ S 0 ആയതുകൊണ്ട് F × S നമ്മൾ പറയുമ്പോൾ ഭൂമിയുടെ ആകർഷണ ബലം ഉണ്ടെങ്കിലും അവിടെ ×0 വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ വർക്ക് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വാട്ട് അബൌട്ട് ദ വർക്ക് ഡൺ ബൈ ദ റിയാക്ഷൻ ഫോഴ്സ് FN? മുകളിലേക്കുള്ള വർക്കോ? അതും 0 ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ ഒരു വസ്തുവിനെ ഇങ്ങനെ നമ്മൾ പുള്ളി ചെയ്തുകൊണ്ട് പോകും, വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് നടക്കുന്ന വർക്ക് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് വർക്കാണ്. എന്നാൽ ഫ്രിക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വസ്തു മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സുമായിട്ട്
നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് വർക്കാണ്. അപ്പൊ ഇത് പോസിറ്റീവ് വർക്ക്, ഇത് നെഗറ്റീവ് വർക്ക്. ഇവിടെ രണ്ടിടത്തും വർക്ക് നടക്കുന്നില്ല, കാരണം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് വർക്ക് സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. When a body on a floor is pulled and if it is displaced in the direction of the applied force, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ വസ്തു മൂവ് ചെയ്യുമ്പോൾ the work done by the applied force will be positive. അപ്പൊ ആ വർക്കിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. And the work done by the frictional force exerted by the floor will be negative. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് വസ്തു മൂവ് ചെയ്യുന്നതിന് വരെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വർക്കാണ് നെഗറ്റീവ് വർക്ക്. ഓക്കെ സ്റ്റുഡൻസ്.